സൈഫുദ്ദീൻ, തീർച്ചയായിട്ടും നേരത്തെ സൈഫ് സൂചിപ്പിച്ചതുപോലെ ഇത് ഫലസ്തീന്റെ രാവാണ്. അതോടൊപ്പം തന്നെ ഇത് ഗസൻ ജനതയുടെ രാവാണ്. ഇത് പ്രതിരോധം നടത്തിയ പിന്നിട്ട 15 മാസത്തിൽ അധികമായിട്ട് ധീരോദാത്തമായി പൊരുതിയ മനുഷ്യരുടെ രാവ് കൂടിയാണ് ഇത്. കാരണം ഇന്ന് ഏതാണ്ട് ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 12 മണിയോടുകൂടി ആയിരുന്നു ഈ ബന്ദിമോചനം നടക്കേണ്ടിയിരുന്നത്. പക്ഷെ അവസാന നിമിഷത്തിൽ നെതന്യാഹു ചില ഉടക്കു വാദഗതികളുമായിട്ട് മുന്നോട്ട് വന്നു. കാരണം ഈ പുറത്തുവിടുന്ന വനിതാ ബന്ദികളുടെ കൃത്യമായിട്ടുള്ള വിവരം കൈമാറണം, അവരുടെ പേര് വിവരം അറിയിച്ചിട്ടില്ല എങ്കിൽ ഈ തുടർ നീക്കങ്ങളിൽ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രതികരണം നെതന്യാഹു നടത്തി. അതോടുകൂടി തന്നെ വലിയ തോതിലുള്ള ആശങ്ക രൂപപ്പെട്ടിരുന്നു. പക്ഷെ ഉടൻ തന്നെ ഹമാസിന്റെ പ്രതികരണം വന്നു. ഒരു നിലക്കും ഈ വ്യവസ്ഥകളിൽ വെള്ളം ചേർക്കാനോ അതിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള അനുരഞ്ജനത്തിനോ തങ്ങൾ തയ്യാറല്ല. സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മാത്രമാണ് ഈ ബന്ദികളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നതിന് തടസ്സം. അത് ഉടൻ തന്നെ പരിഹരിക്കുമെന്ന് ഹമാസ് നേതൃത്വം ഔദ്യോഗികമായി വെളിപ്പെടുത്തി. തുടർന്ന് ഇന്ന് വൈകിട്ടാണ് ഈ ബന്ദിമോചനം, അതായത് ആദ്യഘട്ടത്തിൽ ആദ്യ ദിവസം വിട്ടയക്കേണ്ട 3 ബന്ദികളുടെ കാര്യത്തിൽ അവരുടെ പേര് വിവരം കൈമാറുന്നു. തുടർന്നാണ് ഈ വെടിനിർത്തൽ കരാർ ഔദ്യോഗികമായിട്ട് വൈകിട്ടോടുകൂടി പ്രാബല്യത്തിൽ വരുന്നത്. ഗസ സിറ്റിയിലെ സരായ ചത്തുരത്തിൽ വെച്ചായിരുന്നു ഈ 3 ബന്ദികളെ ഹമാസിന്റെ സായുധ വിഭാഗമായിട്ടുള്ള അൽഖസാം ബ്രിഗേഡ് കൈമാറിയത്. വാഹനങ്ങളിൽ വന്ന അൽഖസാം ബ്രിഗേഡിന്റെ പോരാളികൾ തോക്കുകൾ ഉയർത്തിക്കൊണ്ടായിരുന്നു രംഗപ്രവേശം ചെയ്തത്. തുടർന്ന് ആയിരങ്ങളാണ് ഇവരെ പ്രകീർത്തിച്ചുകൊണ്ടും ഇവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടും ഗസയ സിറ്റിയിലെ സരായ ചത്തുരത്തിൽ തടിച്ചുകൂടിയത്. അവിടെ നിന്ന് വാഹനത്തിൽ നിന്ന് 3 ബന്ദികളെയും അന്താരാഷ്ട്ര റെഡ് ക്രോസിന് കൈമാറുകയായിരുന്നു. തുടർന്ന് മണിക്കൂറുകൾക്കകം തന്നെ റെഡ് ക്രോസ് സംഘം ഇസ്രായേൽ സൈന്യത്തെ ഈ ബന്ദികളെ അവർക്ക് കൈമാറുകയും ചെയ്തു. തുടർന്ന് ഇസ്രായേലിലെത്തിച്ച ബന്ദികളെ ഇപ്പോൾ വിദഗ്ധ ചികിത്സക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അന്താരാഷ്ട്ര റെഡ് ക്രോസ് സംഘം അറിയിച്ചത് പ്രകാരം ഈ 3 ബന്ദികളും വളരെ സുരക്ഷിതമാണ്. അവരുടെ ആരോഗ്യ നിലയിൽ യാതൊരു ആശങ്കയുമില്ല. എല്ലാവരും വളരെ തൃപ്തികരമായിട്ടുള്ള ആരോഗ്യനിലയിലാണ്. ഈ ഹമാസിന്റെ ഇത്രയും കാലം 15 മാസം അവരുടെ പിടിയിലുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ദേഹോപദ്രവം ഏൽക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല എന്നാണ് അന്താരാഷ്ട്ര റെഡ് ക്രോസ് സംഘം അറിയിച്ചിരിക്കുന്നത്. ഇനിയുള്ള അടുത്ത നടപടിക്രമം എന്നത് ഇതിന് ആനുപാതികമായിട്ട് 95ഓളം ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കേണ്ടതുണ്ട്. അതിന്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നെതന്യാഹു തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു 3 ബന്ദികളെ തങ്ങൾക്ക് കരാർ പ്രകാരം വിട്ടുകിട്ടിയിരിക്കുന്നു. അതേ തുടർന്ന് മറ്റ് തുടർ നടപടികൾക്ക് അദ്ദേഹം ഈ ജയിലിന്റെ മേൽനോട്ടം വഹിക്കുന്ന സമിതി അധ്യക്ഷനുമായിട്ട് സംസാരിച്ചു. ഈ 95 ഫലസ്തീൻ തടവുകാരെ ഇപ്പോൾ അല്പം വൈകാതെ തന്നെ വിട്ടയക്കാനുള്ള നടപടിക്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. ഇതോടുകൂടി ഈ ആദ്യ ഘട്ടത്തിലെ ആദ്യ ദിവസത്തെ പ്രക്രിയ സമാപിക്കും. തുടർന്ന് ഇനി അടുത്ത 7ാം നാളാണ് 4 ബന്ദികളെ കൈമാറേണ്ടത്. അവരുടെ പട്ടിക ഒട്ടും വൈകാതെ തന്നെ നൽകാമെന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് 28, 35 ദിവസങ്ങളിലായിട്ട് 3 വീതം ബന്ദികളെ കൈമാറും. അവശേഷിച്ച ഈ 33 ബന്ദികളെയാണ് ആദ്യഘട്ടത്തിൽ കൈമാറേണ്ടത്. അതിൽ അവശേഷിച്ച ബന്ദികളെ ഈ വെടിനിർത്തൽ പൂർത്തീകരിക്കുന്ന ആദ്യഘട്ടം പൂർത്തീകരിക്കുന്ന അവസാന വാരത്തിലായിരിക്കും കൈമാറുക. അവരുടെ പേര് വിവരങ്ങളും ഒട്ടും വൈകാതെ തന്നെ നൽകുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. ഇതാണ് ഈ ആദ്യഘട്ടത്തിന്റെ പ്രത്യേകത. അതോടൊപ്പം തന്നെയാണ് ഈ ആദ്യഘട്ടത്തിൽ 16ാം നാൾ മുതലായിരിക്കും ഇനി തുടർ ചർച്ചകൾ നടക്കുക. ഈ സൈനിക പിന്മാറ്റം ഏതൊക്കെ രൂപത്തിൽ ഏതൊക്കെ ഘട്ടത്തിൽ വേണം എന്നതും അതോടൊപ്പം തന്നെ ഗസയുടെ പുനർനിർമ്മാണം സംബന്ധിച്ച കാര്യങ്ങളും ഈ ആദ്യഘട്ടത്തിന്റെ 16ാം ദിവസത്തോടു കൂടി മാത്രമായിരിക്കും ആരംഭിക്കുക. എന്തായാലും നീണ്ട ഒരു അനിശ്ചിതത്വത്തിന് അത്തരം അങ്കലാപ്പുകൾക്ക് അതീതമായിക്കൊണ്ടാണ് ഇന്ന് വൈകിട്ടോടുകൂടി ഈ ആദ്യഘട്ടത്തിന് തുടക്കമായിരിക്കുന്നത്. സൈഫുദ്ദീൻ.